റൂട്ട്സ് ഓഫ് ഗ്രാമറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമുക്ക് പഠിക്കേണ്ടത് ഫോർമേഷൻ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. ഫോർമേഷൻ ഓഫ് ക്വസ്റ്റ്യന് പഠിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഓക്സിലറി വെർബ്, ക്വസ്റ്റ്യൻ വേർഡ്, ഇതൊക്കെ അറിയണം. അപ്പോൾ ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോഴത്തേനും രണ്ട് തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. യെസ് ഓർ നോ ക്വസ്റ്റ്യൻസും ഉണ്ട്, അതുപോലെ WH ക്വസ്റ്റ്യൻസും ഉണ്ട്. അതായത് ക്വസ്റ്റ്യൻ വേർഡുള്ള ക്വസ്റ്റ്യൻസും ഉണ്ട്. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേനും അതിൽ ക്വസ്റ്റ്യൻ വേർഡില്ല. അപ്പോൾ നമ്മളൊരു സെൻറ്റൻസ് പറഞ്ഞാൽ ഹീ ഈസ് ഗോയിങ് ടു ഡൽഹി, ഹീ ഈസ് ഗോയിങ് ടു ഡൽഹി. അപ്പോൾ അത് നമ്മൾ യെസ് ഓർ നോ ക്വസ്റ്റ്യനാണ്. അത് ഒരു ആൻസറാണത്. നമ്മളത് ക്വസ്റ്റ്യനായിട്ട് ചോദിക്കണം. അതിൻ്റെ ആ ചോദിക്കുന്ന ക്വസ്റ്റ്യന് ആൻസർ ഒന്നെങ്കിൽ യെസ് അല്ലെങ്കിൽ നോയാണ്. അപ്പോൾ ഹീ ഈസ് ഗോയിങ് ടു ഡൽഹി എന്നുള്ളത് നമ്മൾ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആകുമ്പോഴത്തേനും അതിൽ ഓക്സിലറി വെർബ് ആദ്യം എഴുതുക, രണ്ടാമത് സബ്ജക്റ്റ് എഴുതുക. അപ്പോൾ അതിൽ ഓക്സിലറി വെർബ് എന്ന് പറയുന്നത് ഈസാണ്. അപ്പോൾ ഈസ് ഹീ ഗോയിങ് ടു ഡൽഹി. അത് നമുക്ക് ഒന്നെങ്കിൽ യെസ് എന്ന് പറയാം അല്ലെങ്കിൽ നോ എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ വേറൊരു ക്വസ്റ്റ്യൻ പറയുകയാണെങ്കിൽ രാമു ഈസ് എ ഡോക്ടർ, രാമു ഈസ് എ ഡോക്ടർ. അത് നമ്മൾ യെസ് ഓർ നോ ക്വസ്റ്റ്യനായിട്ട് ചോദിക്കുകയാണെങ്കിൽ ഈസ് രാമു എ ഡോക്ടർ. അപ്പോൾ അങ്ങനെ നമുക്ക് യെസ് ഓർ നോ ക്വസ്റ്റ്യന് ഈസി ആയിട്ടുണ്ടാകാം. ഇനി നമ്മൾ ക്വസ്റ്റ്യൻ വേർഡാണ് ഉപയോഗിച്ച് അല്ലെങ്കിൽ WH ക്വസ്റ്റ്യൻസ് ആണ് വരുന്നതെങ്കിൽ അതിലെ ക്വസ്റ്റ്യൻ വേർഡ്, അതായത് വാട്ടുണ്ട്, വൈ ഉണ്ട്, വിച്ച് ഉണ്ട്, വെന്ന്, ഹൂവ്, ഹൗ, ഹൗ മച്ച്, ഹൗ ലോങ്, ഹൗ ഫാർ, അങ്ങനെ ധാരാളം ക്വസ്റ്റ്യൻ വേർഡ്സ് ഉണ്ട്. ഇനി WH ക്വസ്റ്റ്യൻ ഉണ്ടാകുമ്പോഴത്തേനും ഒരു സെൻറ്റൻസ് പറഞ്ഞാൽ ഹീ ബോട്ട് എ കാർ, ഹീ ബോട്ട് എ കാർ. അപ്പോൾ അത് നമ്മൾ എന്താണ് അവൻ വാങ്ങിയത് എന്ന് ചോദിക്കണം. അപ്പോൾ അതായത് ക്വസ്റ്റ്യൻ ചോദിക്കണം. അപ്പോൾ ആൻസർ ഹീ ബോട്ട് എ കാർ എന്നാണ്. അപ്പോൾ ആദ്യം നമ്മൾ ക്വസ്റ്റ്യൻ വേർഡ് വാട്ട്. ഇനി വേണ്ടത് ക്വസ്റ്റ്യൻ വേർഡ് കഴിഞ്ഞ് ഓക്സിലറി വെർബ്, പിന്നെ സബ്ജക്റ്റാണ്. അപ്പോൾ വാട്ട് എഴുതി ഇനി ഓക്സിലറി വെർബ് നമ്മൾ കണ്ടെത്തുക. ബോട്ട്, BOUGHT, ബോട്ട്. ബൈ എന്ന് പറയുന്ന വെർബിൻ്റെ പാസ്റ്റ് ടെൻസാണ്. അപ്പോൾ ഇത് പാസ്റ്റ് ആയതുകൊണ്ട് ഏത് ഓക്സിലറി വെർബാണ്? ഡിഡ് എന്ന് പറയുന്ന ഓക്സിലറി വെർബുണ്ട്. അപ്പോൾ വാട്ട് ഡിഡ്. അപ്പോൾ ആദ്യം ക്വസ്റ്റ്യൻ വേർഡ്, ഓക്സിലറി വെർബ്, ഇനി സബ്ജക്റ്റ് വാട്ട് ഡിഡ് ഹീ. ഇനി നമ്മുടെ വെർബിൻ്റെ, അതായത് ബോട്ട് എന്ന് പറയുന്നതിന് നമ്മൾ അതിൽ നിന്ന് എടുത്തേക്കുന്ന ഡിഡ് മാത്രമേ ഉള്ളൂ പാസ്റ്റ് ടെൻസ്. ഡിഡും അതിൻ്റെ പ്രസൻറ്റ് ടെൻസൂടെ കൂടുന്നതാണ് ബോട്ട്. അപ്പം ബോട്ടിൻ്റെ പ്രസൻറ്റ് എന്താണ്? ബൈ, BUY. അപ്പോൾ വാട്ട് ഡിഷ് ഹീ ബൈ, BUY. അപ്പോൾ ആൻസർ ഹീ ബോട്ട് എ കാർ. അപ്പോൾ എ കാറ് ആൻസറായിട്ട് വന്നു. ഇനി വേറെന്ന് പറയുകയാണെങ്കിൽ ഷീ ഗോസ് ടു സ്കൂൾ ബൈ ബസ്, ബൈ ബസ്. അപ്പോൾ ബൈ ബസ്, അതായത് ബസ് എന്ന് പറയുന്നതാണ് അതിൻ്റെ അകത്തെ ആൻസർ. നമ്മളത് ക്വസ്റ്റ്യൻ ഉണ്ടാക്കണം. അതായത് അവൾ സ്കൂളിൽ പോകുന്നത് ബസ്സിനാണ്. അവൾ എങ്ങനെ സ്കൂളിൽ പോകുന്നു. അപ്പോൾ ആദ്യം എങ്ങനെ എന്നുള്ള ക്വസ്റ്റ്യൻ വേർഡ് എഴുതും. എങ്ങനെയെന്നുള്ള ക്വസ്റ്റ്യൻ വേർഡ് ഹൗ ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ വേർഡ്. ഇനി ഓക്സിലറി വെർബ് ഗോസ് ആണ് അതിൻ്റെ അകത്തെ മെയിൻ വെർബ് എന്ന് പറയുന്നത്. അതിൽ ഓക്സിലറി വെർബ് ഉണ്ട്. ഏതാണ്? ഡസ് ആണ്. അപ്പോൾ ഹൗ ഡസ് ഷീ. ഇനി നമ്മൾ ഗോസിൽ നിന്ന് ഡസ് എടുത്തു. അപ്പം പിന്നെ എന്താണുള്ളത്? അതിൻ്റെ ബേസ് ഫോമായിട്ടുള്ള ഗോയ്. അപ്പോൾ ഹൗ ഡസ് ഷീ ഗോ ടു സ്കൂൾ. എങ്ങനെയാണ് അവൾ സ്കൂളിൽ പോകുന്നത്? ബൈ ബസ്. അതാണ് ആൻസർ. ഇനി വേറെ എന്ന് പറയുകയാണെങ്കിൽ ദേ പ്ലേ ഫുട്ബോൾ
എവരി ഈവനിങ്. അപ്പോൾ അവിടെ ഫുട്ബോൾ നമ്മൾ ആൻസറായിട്ട് എടുക്കാം. അതായത് എന്നും അവർ വൈകുന്നേരം എന്താണ് കളിക്കുന്നത്, അങ്ങനെ നമുക്ക് ചോദിക്കാം. അപ്പോൾ എന്തെന്നുള്ളത് വാട്ട്. ഇനി പ്ലേ ആണ് അവിടെ മെയിൻ വെർബ്. അതിൽ ഓക്സിലറി വെർബായ ഡു ഉണ്ട്. അപ്പോൾ വാട്ട് ഡു, സബ്ജക്റ്റ് ദേ. അപ്പോൾ പ്ലേയിൽ നിന്ന് ഡു എടുത്താൽ വീണ്ടും പ്ലേ തന്നെയുണ്ട്. അപ്പോൾ വാട്ട് ഡു ദേ പ്ലേ എവരി ഈവനിങ്. ആൻസർ എന്താണ്? ഫുട്ബോൾ. അപ്പോൾ അങ്ങനെയാണ് ക്വസ്റ്റ്യൻ്റെ, അതായത് ഫോർമേഷൻ ഓഫ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ.